വിത്ത് ടാക്സിൽ നിന്നും പൂർണ്ണമായ എന്തെങ്കിലും ഇളവ് നമുക്ക് ലഭിക്കുമോ? സൗദി ടാക്സ് നിയമപ്രകാരം വളരെ വ്യക്തവും പരിമിതവുമായ ഇളവുകളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രകൃതിവാതകം, എണ്ണ, ഹൈഡ്രോ കാർബൺ എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് വിതരണം ചെയ്യുന്ന ഡിവിഡൻഡിന് വിത്തോൾഡിംഗ് ടാക്സ് ബാധകമല്ല എന്നുള്ളത്. എന്നാൽ ഇതൊരു പ്രത്യേക വ്യവസായത്തിന് മാത്രമായി നൽകിയിട്ടുള്ള ഇളവുകളാണെന്ന് ഓർമ്മ വേണം. ഇനി ഇളവുകൾ ലഭിക്കാനുള്ള മറ്റൊരു പ്രധാന മാർഗം ഡബിൾ ടാക്സേഷൻ കരാറുകളാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരേ വരുമാനത്തിന് രണ്ട് രാജ്യങ്ങളിൽ നികുതി നൽകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ ഏർപ്പെടുന്ന അഗ്രിമെന്റ്, കരാറാണിത്. സൗദി അറേബ്യയുമായി ഒരു നോൺ റെസിഡന്റിന്റെ രാജ്യത്തിന് ഡബിൾ ടാക്സേഷൻ ട്രീറ്റി അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് നിലവിലുണ്ടെങ്കിൽ ആ കരാർ പ്രകാരം ചിലപ്പോൾ WHT നിരക്ക് കുറക്കുന്നതിനോ അല്ലെങ്കിൽ ചില പ്രത്യേക വരുമാനങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനോ വ്യവസ്ഥയുണ്ടാകാം. ഇത് ഓരോ രാജ്യവുമായിട്ടുള്ള കരാറിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രായോഗിക വശങ്ങളായ ഫയലിംഗ്, പേയ്മെന്റ് എന്നിവയെക്കുറിച്ച് നമുക്കറിയണം. പിടിച്ചുവെച്ച നികുതി എപ്പോൾ, എങ്ങനെ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത്? അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഹോപ്പ് ടു സീ അഗെയിൻ. താങ്ക് യു.